ഈ പറയുന്ന KPCC അധ്യക്ഷൻ പോലും ഇതുപോലൊരു ഡയലോഗ്, അതായത് ഈ പറയുന്നത് പോലെ BJP-യിൽ പോയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ വിവാദമായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത്, ഇത്രയും പൈസ കിട്ടിയാൽ ആരാണ് വേണ്ടാന്ന് വെക്കുക എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ, അതായത് കാശോ പദവിയോ ഒക്കെ വെച്ചിട്ട് ഈ പറയുന്ന ഇത്രയധികം ഈ രാജ്യത്ത് പകുതിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതാണ്ട് 60 വർഷക്കാലത്തോളം ഈ രാജ്യം ഭരിച്ച പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഓരോ ദിവസവും BJP-ക്ക് ചെന്ന് കൂടണയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പതനം എത്രത്തോളം വലുതാണ്? അല്ല, അതിൻ്റെ അകത്ത് കുറേ ആളുകൾ ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഇപ്പം ലേറ്റസ്റ്റായി പോയ അശോക് ചവാൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായി. അദ്ദേഹം ആദർശ് ഫ്ലാറ്റ് ഇടപാടെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു കേസുണ്ട്. ഒരു ഭരണയന്ത്രം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ ചെയ്തെങ്കിൽ അന്വേഷിച്ച് നടപടി എടുത്തോട്ടെ. പക്ഷേ അത് വെച്ച് ബാർഗെയിൻ ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ ജീവിതം തകർക്കുക, കുടുംബം തകർക്കുക, ആ നിലയിലേക്ക് ഒരു ഭരണകൂടം ഒന്നടങ്കം പോകുമ്പോൾ അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവിടെ കൂടിയാൽ ഇതിൽ നിന്നെല്ലാം ഒഴിവായി കിട്ടുമെന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ കൂടുതൽ പദവി കിട്ടുമെന്ന് ചിന്തിച്ചാൽ ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല. അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ഭരണയന്ത്രം ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇവർ പോകുന്നു, അതിനോട് അവരോട് ഫൈറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. കാരണം ഇവരാക്കിയത് കോൺഗ്രസ്സാണ്, അതിനുവേണ്ടി നിൽക്കണം. കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്ര പേര് വരുന്നു? ഉത്തരാഖണ്ഡിലെ BJP പ്രസിഡന്റ് വന്നു, ഗോവയിലെ BJP പ്രസിഡന്റ് വന്നു, വിവിധ സംസ്ഥാനങ്ങളിൽ MLA-മാരും മന്ത്രിമാരും മുൻ ഉപമുഖ്യമന്ത്രി അടക്കമുള്ള ഷെട്ടാർ അടക്കമുള്ള ആളുകൾ വന്നു. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല പോകുന്നത്, മറ്റു പാർട്ടികളിൽ നിന്ന് പോകുന്നുണ്ട്. ഞങ്ങൾ ദുർബലരാണെന്നാണല്ലോ നിങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്നവർ, രാഷ്ട്രീയത്തിൽ മൂല്യച്യുതിയുള്ളവർ, ഞങ്ങൾക്ക് കേഡറുകളില്ലാത്തവർ. പക്ഷെ ഞങ്ങൾ കേഡറുകളല്ലാതിരിക്കുമ്പോഴും, ഞങ്ങളൊരു ജനാധിപത്യ പ്രോസസ്സിൽ തുറന്ന അഭിപ്രായം പറയുമ്പോഴും, ഞങ്ങൾ ക്ഷീണിച്ചു എന്ന് മറ്റുള്ള രാഷ്ട്രീയ എതിരാളികൾ വിമർശിക്കുമ്പോഴും ഈ പാർട്ടിയിലേക്ക് വിവിധ പാർട്ടികൾ വന്നു. മുന്നണിയിലേക്ക് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കിയ ഭാരത് ജോഡോ യാത്ര. ആ ഭാരത് ജോഡോ യാത്ര ഈ ശ്രീനഗറിൽ സമാപിക്കുമ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് തുടങ്ങിയ യാത്രയാണ്, രാഹുൽ ഗാന്ധി നയിച്ച യാത്രയാണ്, 4080 കിലോമീറ്റർ നടന്നു വന്ന ലക്ഷങ്ങൾ അണിചേർന്ന യാത്രയാണ്. ആ യാത്ര തീരുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർ മാത്രമാണോ ആ യാത്രയിൽ പങ്കെടുത്തത്? ഒരു പാർട്ടി പരിപാടിയല്ലേ അത്? ശരിക്കും പാർട്ടി വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹയാത്ര എന്ന് പറയുമ്പോഴും അത് പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ്. CPI-യുടെ D രാജ പങ്കെടുത്തില്ലേ? ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമല്ലേ? സുപ്രിയ സുലെ പങ്കെടുത്തില്ലേ? ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമല്ലേ NCP? അപ്പം നമ്മുടെ മുന്നണിയിലില്ലാത്ത പാർട്ടികൾ, നമ്മൾ എതിർക്കുന്ന മുന്നണിയിലെ പാർട്ടികൾ വരെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. അപ്പം കോൺഗ്രസ്സിന് പ്രതീക്ഷയുണ്ട്, കോൺഗ്രസ് തിരിച്ചു വരും. അത് നടന്നു ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ.